ഹലോ, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർമൽ ലോസിൻ്റെ സെക്കൻഡ് സിറ്റുവേഷനാണ്. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത സിറ്റുവേഷനിൽ നമുക്ക് നോർമൽ ലോസിൻ്റെ എമൗണ്ട് അറിയില്ലായിരുന്നു. നമ്മൾ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ നോർമൽ ലോസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇനി സെക്കൻഡ് സിറ്റുവേഷനിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ലോസിൻ്റെ എമൗണ്ട് എത്രയാണെന്നും അതുപോലെ തന്നെ നമ്മളുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്രയാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ പ്രൊഡക്ഷൻ എത്രയാണ്, ഓരോ പ്രോസസ്സിലും വന്നിരിക്കുന്ന പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് എത്രയാണെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം അവിടെ നമ്മൾ ഫസ്റ്റ് സിറ്റുവേഷനിൽ നമ്മൾ നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്ത പോലെ അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അവിടെ നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ പ്രൊഡക്ഷൻ ഇക്വേഷനിൽ എവിടെയാണ് യൂസ് ചെയ്തിരുന്നത് ആ സ്ഥാനത്ത് നമ്മൾ പ്രൊഡക്ഷന് പകരമായിട്ട് ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ അറിയാത്തതുകൊണ്ട് പ്രൊഡക്ഷൻ ആണല്ലോ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ പ്രൊഡക്ഷൻ എന്നുള്ള ഇക്വേഷനിൽ ഉണ്ടായിരുന്ന പോർഷൻ മാറ്റിയിട്ട് അവിടെ നമ്മൾ നോർമൽ വേസ്റ്റിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് പ്രോബ്ലംസിൽ നമ്മൾ ഹൗ ടു ഫൈൻഡ് ദ ലോസ് ഓഫ് വെയ്റ്റ് എന്നുള്ളത് നമ്മൾ ഒരു ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്തതാണ്. ഹിയർ വി ആർ ഗിവൺ വിത്ത് ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് ബട്ട് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രോസസ്സ്. നമുക്കിവിടെ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് അവൈലബിൾ ആണ്. നമ്മൾ ഓരോ പ്രോസസ്സിലെയും ഔട്ട്പുട്ട് എത്രയാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ ടു ഐഡൻറ്റിഫൈ ദ പ്രൊഡക്ഷൻ, ദ ഇക്വേഷൻ ഈസ് പ്രൊഡക്ഷൻ, that is unit of output, equal to opening stock plus output from the preceding process minus unit of wastage plus closing stock. സോ ഇതേപോലെ ഒരു ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ലോസ് യൂണിറ്റ് ഓഫ് വേസ്റ്റേജ് അല്ലെങ്കിൽ ലോസ് ഓഫ് നോർമൽ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോസ് ഓഫ് വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, സോ ആ രണ്ട് ഇക്വേഷൻസിനും കൂടെ കമ്പയർ നോക്കാം നമുക്ക്. ലോസ് ഓഫ് വെയിറ്റ് അല്ലെങ്കിൽ ലോസ് ഇൻ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷനാണ് മുകളിൽ തന്നിട്ടുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഔട്ട്പുട്ട് ഫ്രം ദ പ്രിസീഡിംഗ് പ്രോസസ് മൈനസ് ഔട്ട്പുട്ട് ഓഫ് ദ കൺസേൺ പ്രോസസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഔട്ട്പുട്ട് ഓഫ് ദ കൺസേൺ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷനാണ്. ഓക്കെ, സോ ആ ഇക്വേഷനിൽ ഈ ഔട്ട്പുട്ട് ഓഫ് ദ കൺസേൺഡ് പ്രോസസ്സ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് പ്രൊഡക്ഷൻ അറിയാത്തത് കൊണ്ട് പ്രൊഡക്ഷൻ ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തു, യൂണിറ്റ് ഓഫ് വേസ്റ്റേജ് എന്നുള്ളത് നമുക്കറിയാം, അതാണ് നമ്മളുടെ നോൺ വാല്യൂ. അപ്പോൾ നമ്മൾ അത് അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. സോ ഇത്ര മാത്രം ചേഞ്ചാണ് ഈ ഒരു ഇക്വേഷൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷനിലകത്ത് ലോസ് യൂണിറ്റ് ഓഫ് വേസ്റ്റേജും പിന്നെ അതുപോലെ തന്നെ ലോസ് ഇൻ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷനകത്ത് പ്രൊഡക്ഷനാണ് യൂസ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ രണ്ട് സിറ്റുവേഷനിലും ഇക്വേഷൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, എങ്ങനെയാണിത് ചെയ്യുന്നത് നോക്കാം. Okay, so this is the information given below is extracted from the cost account of a factory producing a commodity in the manufacturing which 3 processes are involved. Okay, ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ കേസിൽ 3 പ്രോസസ്സസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. പ്രിപ്പയർ പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട്സ് ഷോയിങ് ദ കോസ്റ്റ് ഓഫ് ദ ഔട്ട്പുട്ട് ആൻഡ് പെർ യൂണിറ്റ് ഓഫ് ഈച്ച് സ്റ്റേജസ് ഓഫ് മാനുഫാക്ചർ. ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക, ദെൻ ഓരോ പ്രോസസ്സിലെയും ഔട്ട്പുട്ടിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പെർ യൂണിറ്റ് കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യുക. അത്രയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഓക്കെ, പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ടോട്ടൽ കോസ്റ്റ് കാണണം, കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം. ഫസ്റ്റ് വൺ, ദ ഓപ്പറേഷൻ ഇസ് ഈച്ച് സെപ്പറേറ്റ് പ്രോസസ്സസ് ആർ കംപ്ലീറ്റഡ് ഡെയിലി. ഒരു ഓപ്പറേഷൻ്റെ കേസിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിൻ്റെ കേസസിൽ ഓരോ പ്രോസസ്സും ഡെയിലി കംപ്ലീറ്റ് ആവുന്നുണ്ട്. ദ വാല്യൂ അറ്റ് വിച്ച് യൂണിറ്റ് ആർ ടു ബി ചാർജ്ഡ് ടു പ്രോസസ് ബി ആൻഡ് പ്രോസസ് സി ഈസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രോസസ് എ ആൻഡ് എ പ്ലസ് ബി റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇതിന് മുൻപ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കേസിൽ അതിനെ വാല്യൂ ചെയ്യുന്നത് നമ്മൾ പ്രിസീഡിംഗ് പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ഓരോന്നിലെയും വരുന്ന ഡയറക്റ്റ് വേജസ്, മെഷീൻ എക്സ്പെൻസസ്, ഫാക്ടറി ഓൺ കോസ്റ്റ്, റോ മെറ്റീരിയൽസ്, കൺസ്യൂംഡ്. അത് പ്രോസസ്സ് എയിൽ മാത്രമേ നമുക്ക് തന്നുള്ളൂ. കാരണം പ്രോസസ്സ് എയിൽ ഉള്ള റോ മെറ്റീരിയലിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ടാണ് പ്രോസസ്സ് ബിയിൽ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് പ്രൊഡക്ഷൻ. ഇവിടെ നോക്കൂ, പ്രൊഡക്ഷൻ പ്രോസസ്സ് എയുടെ കേസിൽ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. കാരണം പ്രോസസ്സ് എയിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഡക്ഷൻ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക്
ഇക്വേഷനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്രോസസ്സ് എയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷൻ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ദെൻ വേസ്റ്റേജ്, ഓരോ പ്രോസസ്സിലെയും വേസ്റ്റേജ് തന്നിട്ടുണ്ട്. നോക്കൂ, നമുക്കിവിടെ വേസ്റ്റേജ് ആണ് തന്നിട്ടുള്ളത്. 1000 യൂണിറ്റ് പ്രോസസ്സ് എയിൽ, 1500 യൂണിറ്റ്സ് പ്രോസസ്സ് ബിയിൽ, 500 യൂണിറ്റ്സ് പ്രോസസ്സ് സിയിൽ. ദെൻ അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്രോസസ്സ് എ 4000, ദെൻ പ്രോസസ്സ് ബി 1000 ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്രോസസ്സ് സിയിൽ 16500, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് പ്രോസസ്സ് സിയിൽ 5500. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ്. സോ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പ്രോസസ്സിൻ്റെയും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം, ഓരോന്നിൻ്റെയും ടോട്ടൽ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം, അതുപോലെ തന്നെ കോസ്റ്റ് പെർ യൂണിറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മളിതെല്ലാം പ്രോസസ് കോസ്റ്റ് അക്കൗണ്ടിനകത്താണ്, അല്ലെങ്കിൽ പ്രോസസ് അക്കൗണ്ടിനകത്താണ് നമ്മളിതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അഡീഷണൽ ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല. മീൻസ് നമ്മൾ അതർ കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒക്കെ പ്രോസസ് കോസ്റ്റ് അക്കൗണ്ടിനകത്ത് തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തെ പ്രോസസ്സ് എ അക്കൗണ്ട്. ഓക്കെ, ഫസ്റ്റ് പ്രോസസ്സ് അക്കൗണ്ടാണ്. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ടു റോ മെറ്റീരിയൽസ് യൂസ്ഡ് 37,000, അതിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 24,000. ദെൻ ടു ഡയറക്റ്റ് വേജസ് 6,400, ടു മെഷീൻ എക്സ്പെൻസസ് 3,600, ദെൻ ടു ഫാക്ടറി ഓൺ കോസ്റ്റ് 2,000. ഓക്കെ, ദെൻ വേസ്റ്റേജ് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. നോക്കിക്കോളൂ, ക്വസ്റ്റിനകത്ത് തന്നെ പ്രോസസ്സ് എയിലെ വേസ്റ്റേജ് പറയുന്നുണ്ട് 1000 യൂണിറ്റ്സ് ആണ്. സോ 1000 യൂണിറ്റ്സ് വേസ്റ്റേജ്. ദെൻ പ്രോസസ്സ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് 36,000 യൂണിറ്റ്സും, അതുപോലെ തന്നെ അതിൻ്റെ എമൗണ്ട് വരുന്നത് 36,000 തന്നെയാണ്. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് 36,000 ഡിവൈഡഡ് ബൈ 36,000, ദാറ്റ് ഇസ് ₹1. അതാണ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് ₹1 ഈ പ്രോസസ്സ് എയിൽ വരുന്ന ചിലവ്. ദെൻ കം ടു പ്രോസസ്സ് ബി. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, പ്രോസസ്സ് ബിയിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 4000 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് അതിൻ്റെ വാല്യൂഷൻ നോക്കൂ, അത് വാല്യൂ ചെയ്തിരിക്കുന്നത് പ്രിസീഡിങ് പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റിലാണ്. സോ പ്രോസസ്സ് ബിയുടെ പ്രിസീഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രോസസ്സ് എ ആണ്. അതിലെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ₹1 ആണ്. അപ്പോൾ നമ്മൾ ആ 4000 യൂണിറ്റ്സിന് നമ്മൾ വാല്യൂ ചെയ്തിരിക്കുന്നത് ₹1. ദെൻ ദ എമൗണ്ട് ഇസ് 4000. ദെൻ ടു പ്രോസസ്സ് എ അക്കൗണ്ട്. പ്രോസസ്സ് എ അക്കൗണ്ടിൽ നിന്ന് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. 36,000 യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എമൗണ്ട് 36,000 ആണ്. ദെൻ പ്രോസസ്സ് ബിയിൽ മാത്രം ഇൻകർ ചെയ്യുന്ന കുറച്ച് കോസ്റ്റുകൾ പറയുന്നുണ്ട്. ഡയറക്റ്റ് വേജസ് 12,000, ടു മെഷീൻ എക്സ്പെൻസസ് 3,000, ടു ഫാക്ടറി ഓൺ കോസ്റ്റ് 2,250. ഓക്കെ, ദെൻ യൂണിറ്റ്സ് ടോട്ടൽ ചെയ്യുമ്പോൾ 4,000 എന്ന് കിട്ടും. എമൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 57,250 എന്ന് കിട്ടും. ദെൻ അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്തുണ്ട്, വേസ്റ്റേജ് പറയുന്നുണ്ട്. നോക്കൂ, പ്രോസസ്സ് ബിയിലെ വേസ്റ്റേജ് എത്രയാണ്, 1,500 ആണ്. ഓക്കെ, അപ്പം ആ 1,500 നമ്മളവിടെ കാണിച്ചു. നമ്മൾ നോർമൽ വേസ്റ്റിൻ്റെ തിയറി പോർഷൻസ് പറഞ്ഞിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഇതിൻ്റെ എമൗണ്ട് നമ്മളിവിടെ കാണിക്കുന്നില്ല. കാരണം നോർമൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, മീൻസ് അതിന് നമ്മൾ എമൗണ്ട് ചാർജ് ചെയ്യാറില്ല. ഇവിടെ വേസ്റ്റ് മീൻസ് വെയിറ്റാണ് നമുക്ക് ലോസ് ആയി പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിനെ സെയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ഒരു വാല്യൂ വരുന്നുള്ളൂ. ഓക്കെ, അത് നമ്മൾ അടുത്തതിൽ പറയും. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് പറയുന്നത് 1000 യൂണിറ്റ് ആണ്. അത് നമ്മൾ വാല്യൂ ചെയ്യുക പ്രിസീഡിങ് പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റിലാണ്. സോ പ്രോസസ്സ് എൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്ന ₹1 നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കും വാല്യൂ ചെയ്തിട്ടുള്ളത്. സോ ദ എമൗണ്ട് ഇസ് 1000. ദെൻ ബൈ പ്രോസസ്സ് സി അക്കൗണ്ട്. ഇനി നമ്മളിത് എന്ത് ചെയ്യണം, പ്രോസസ്സ് സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോസസ്സ് സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം നമുക്ക് ഇവിടെ നടത്തുന്ന പ്രൊഡക്ഷൻ എത്രയാണെന്ന് അറിയണ്ടേ? അത് നമ്മളടുത്ത് പറയുന്നില്ല, ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ല പ്രോസസ്സ് ബിയിൽ എത്രയാണ് പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യും. യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഔട്ട്പുട്ട് ഫ്രം ദ പ്രിസീഡിംഗ് പ്രോസസ്സ് മൈനസ് യൂണിറ്റ് ഓഫ് വേസ്റ്റേജ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമ്മളുടെ ഇതിനെ ഓരോന്നിനെയും നമ്മൾ വാല്യൂസ് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് 4000 യൂണിറ്റ് പ്ലസ് പ്രിസീഡിംഗ് പ്രോസസ്സിൽ നിന്ന് വന്നിരിക്കുന്ന ഇൻപുട്ട് 36,000 മൈനസ് യൂണിറ്റ് ഓഫ് വേസ്റ്റേജ്, പ്രോസസ്സ് ബിയിലെ യൂണിറ്റ് ഓഫ് വേസ്റ്റേജ് 1,500 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രോസസ്സ് ബിയിലെ ക്ലോസിംഗ് സ്റ്റോക്ക് 1,000. അപ്പം 40,000 മൈനസ് 2,500 വരും. ദെൻ 37,000
500 ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന പ്രൊഡക്ഷൻ. അതാണ് പ്രോസസ് ബിയിൽ ഉണ്ടായിട്ടുള്ള പ്രൊഡക്ഷൻ. സോ ബൈ പ്രോസസ് സി അക്കൗണ്ട് 37,500. ദെൻ എമൗണ്ട് നമുക്ക് ഇവിടെ നോക്കൂ, നമുക്ക് ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ വരുന്നത് 57,250 ആണ്. അതിൽ നിന്ന് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 56,250 എന്ന് കിട്ടും. ദെൻ ഹിയർ കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു 56,250 ഡിവൈഡഡ് ബൈ ഇവിടെ നടന്നിരിക്കുന്ന പ്രൊഡക്ഷൻ 37,500 ആണ്. സോ ഹിയർ ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ₹1.5. ഓക്കെ, അതാണ് ഇവിടുത്തെ കോസ്റ്റ് പെർ യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് പ്രോസസ് സി. പ്രോസസ് സിയിലും ഓപ്പണിംഗ് സ്റ്റോക്ക് പറയുന്നുണ്ട്. ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 16,500 ആണ്. ദെൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രിസീഡിംഗ് പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റിൽ നമ്മളതിനെ വാല്യൂ ചെയ്യുന്നു. ദെൻ 16,500 ഇൻറ്റു 1.5, ദെൻ ദാറ്റ് ഈസ് 24,750 എന്ന് നമുക്ക് വാല്യൂ കിട്ടും. ദെൻ ടു പ്രോസസ് ബി. പ്രോസസ് ബി എന്ന് വന്നിരിക്കുന്ന മെറ്റീരിയലാണ് 37,500 ആണ് യൂണിറ്റ്സ്. ദെൻ അതിൻ്റെ എമൗണ്ട് 56,250. ഇനി പ്രോസസ് സിയിലെ കുറച്ച് കോസ്റ്റുകളാണ്. ടു ഡയറക്റ്റ് വേജസ് 29,250. ടു മെഷീൻ എക്സ്പെൻസസ് 3,600. ടു ഫാക്ടറി ഓൺ കോസ്റ്റ് 2,400. ഓക്കെ, സോ ദെൻ യൂണിറ്റ്സ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 54,000 എന്ന് കിട്ടും. എമൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 1,16,250 എന്ന് കിട്ടും. ഇനി മീൻസ് നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നോക്കാം. വേസ്റ്റേജ് പറയുന്നുണ്ട് 500, ഇത് ക്വസ്റ്റിനകത്ത് തന്നെ പറയുന്നുള്ളതാണ്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് 5,500 ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതും നമ്മൾ വാല്യൂ ചെയ്യുന്നത് പ്രിസീഡിംഗ് പ്രോസസ്സിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റിലാണ്, 8,250. ദെൻ ഇനി നമുക്ക് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ്, അല്ലെങ്കിൽ ഫിനിഷ്ഡ് സ്റ്റോക്ക് ഗുഡ്സ് അക്കൗണ്ടിലേക്കാണ് നമുക്ക് ഈ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. കാരണം ഇതിന് ശേഷം നമുക്ക് പ്രോസസ്സുകളൊന്നുമില്ല. ദിസ് ഈസ് ദ ഫൈനൽ പ്രോസസ്സ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് യൂണിറ്റ്സ് വരുന്നത് 48,000 ആണ്. 48,000 എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 16,500 പ്ലസ് ഔട്ട്പുട്ട് ഫ്രം ദ പ്രിസീഡിംഗ് പ്രോസസ് 37,500 മൈനസ് വേസ്റ്റേജ് 500 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 5,500. ഓക്കെ, സോ 54,000 മൈനസ് 6,000, 48,000. ഓക്കെ, ദെൻ 48,000 എമൗണ്ട് വരുന്നത് 1,08,000 ആണ്. 1,08,000 എങ്ങനെയാണ് വന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് 1,16,250 നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1,08,000 എന്ന് കിട്ടും. ഹിയർ കോസ്റ്റ് പെർ യൂണിറ്റ് ഇസ് ഈക്വൽ ടു 1,08,000 ഡിവൈഡഡ് ബൈ 48,000, ദാറ്റ് ഈസ് ഈക്വൽ ടു ₹2.25. ഓക്കെ, സോ ഹിയർ ദ കോസ്റ്റ്, ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ചിലവ് എന്ന് പറയുന്നത് ₹2.25 ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ നോർമൽ വേസ്റ്റ് തന്നിട്ടില്ല, ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷനും ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേസ്റ്റേജ്, നോർമൽ വേസ്റ്റേജ് കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ലൈറ്റ് ഡീവിയേഷനുള്ള മറ്റൊരു സിറ്റുവേഷനാണ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നോർമൽ വേസ്റ്റേജും തന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ തന്നിട്ടില്ല. സോ നമ്മൾ രണ്ടിടത്തും ഉപയോഗിക്കുന്ന ഇക്വേഷനിൽ വരുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണ്, എക്സെപ്റ്റ് ലോസ് ഇൻ വെയിറ്റ് ആൻഡ് പ്രൊഡക്ഷൻ. ഓക്കെ, അത് നമ്മൾ ഏത് സിറ്റുവേഷനിലുള്ള കാൽക്കുലേഷനാണോ ഏതാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് അത് രണ്ടും വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മളിതിൻ്റെ കാൽക്കുലേഷൻ നടത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പോലെ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ നോർമൽ വേസ്റ്റേജ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ നോർമൽ വേസ്റ്റേജ് അല്ലാതെ തന്നെ ചില സമയത്ത് നമുക്ക് സ്ക്രാപ്പുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ആ സ്ക്രാപ്പ് സെയിൽ ചെയ്യാറുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് സ്ക്രാപ്പ് ഉണ്ട്. ആ സ്ക്രാപ്പ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സ്ക്രാപ്പ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, അത് ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പം സ്ക്രാപ്പ് സെയിലുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോസസ്സിൻ്റെ കംപ്ലീഷന് ശേഷം, അതായത് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിന് ശേഷം അതിൽ ഇതുവരെ നമ്മൾ പഠിച്ചതനുസരിച്ച് എ കംപ്ലീറ്റ് ആകുമ്പോൾ എയുടെ ടോട്ടൽ ഔട്ട്പുട്ടിനെ നമ്മൾ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബി കംപ്ലീറ്റ് ആകുമ്പോൾ ബിയിലെ ടോട്ടൽ ഔട്ട്പുട്ടിനെ എടുത്തിട്ട് നമ്മൾ സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാർഷ്യലി ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് ഇപ്പം എ എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ എയുടെ ഔട്ട്പുട്ടിൽ ഒരു ഭാഗം നമ്മൾ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും,
ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് സെയിൽ ചെയ്യും. ചില പ്രോഡക്റ്റുകൾ അങ്ങനെയുണ്ട്, ഒറ്റ പ്രോസസ്സിന് ശേഷം അത് പിന്നെ ചിലവരത് സെക്കൻഡ് പ്രോസസ്സിലേക്ക് കൊടുക്കും, ചിലത് ആ ഒരൊറ്റ പ്രോസസ്സിന് ശേഷം തന്നെ നേരിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോർമൽ വേസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്ക്രാപ്പാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സ്ക്രാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്ക്രാപ്പ് സോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്ക്രാപ്പ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ആ എമൗണ്ട്, ആ സ്ക്രാപ്പ് സെയിൽ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ എമൗണ്ട് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രോസസ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അതായത് നോർമൽ വേസ്റ്റേജ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി അതിന് നേരെ താഴെ നമ്മൾ സ്ക്രാപ്പ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് എഴുതുന്നത്. ഓക്കെ, then the quantity of the scrap should be recorded in the quantity column and the amount from the sale is recorded at the amount column. ഇത്ര മാത്രമേ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. അതായത് സ്ക്രാപ്പിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റീനെ നമ്മൾ യൂണിറ്റ് കോളത്തിലും, അത് സെയിൽ ചെയ്തിട്ട് സെയിൽസ് വാല്യൂ ആയിട്ട് നമുക്ക് എന്താണോ കിട്ടുന്നത് അത് നമ്മൾ എമൗണ്ട് കോളത്തിലുമാണ് എഴുതുന്നത്. ഇനി ചില സിറ്റുവേഷനിൽ ഇതുവരെ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോസ്റ്റ് എന്നുള്ള രീതിയിലാണ്, കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ള രീതിയിലാണ്. ഇനി ചില സിറ്റുവേഷൻസിൽ നമ്മൾ ടണ്ണിൻ്റെ ബേസിൽ, അതായത് ഒരു ടണ്ണിന് എത്ര കോസ്റ്റ് എന്നുള്ളത്, അതായത് അളവ്, നമ്മളിപ്പോൾ ഒരു കിലോയ്ക്ക് എത്ര കോസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്വിൻ്റലിന് എത്ര കോസ്റ്റ് അല്ലെങ്കിൽ ഒരു അങ്ങനെ നമ്മൾ വാല്യൂ ചെയ്യാറുണ്ടല്ലോ. അപ്പം ഇവിടെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിന് പകരമായിട്ട് നമ്മൾ ഒരു ടൺ യൂണിറ്റിന് മീൻസ് ഒരു ടൺ ഔട്ട്പുട്ടിന് എത്ര കോസ്റ്റ് വരും എന്നുള്ള രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ അപ്പം ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു, കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്പുട്ട് ആയിരുന്നു. അപ്പം കോസ്റ്റ് പെർ ടണ്ണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആ ഇക്വേഷനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കോസ്റ്റ് പെർ ടൺ ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ടാണ്. ഓക്കെ, അപ്പം കോസ്റ്റ് പെർ ടൺ എന്ന് പറയുമ്പം കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ മറ്റൊരു രീതിയാണ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ നടത്തുന്ന കാൽക്കുലേഷനാണ്. കോസ്റ്റ് പെർ യൂണിറ്റ് എന്നാൽ ഒരു സിംഗിൾ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഔട്ട്പുട്ടിന് എന്ത് ചിലവായി എന്നുള്ളതാണ്. ഇവിടെ കോസ്റ്റ് പെർ ടൺ എന്ന് പറഞ്ഞാൽ ഒരു ടൺ ഔട്ട്പുട്ടിന് എന്ത് കോസ്റ്റ് ഇൻകർ ചെയ്തു അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ അടുത്ത് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കോസ്റ്റ് പെർ ടൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നതെങ്കിൽ കോസ്റ്റ് പെർ ടണ്ണ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കോസ്റ്റ് പെർ ടണ്ണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിലാണ് നിങ്ങളോട് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്നെങ്കിൽ, നമ്മൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും രണ്ട് എമൗണ്ട് കോളത്തിന് മുന്നിലായിട്ട് നമ്മളൊരു യൂണിറ്റ് കോളം കൊടുക്കാറുണ്ട്. ആ യൂണിറ്റ് കോളത്തിൻ്റെ ഹെഡിങ് മാറിയിട്ട് അവിടെ നമ്മൾ യൂണിറ്റ് എന്നാണല്ലോ കാണിച്ചിട്ടുണ്ടായിരുന്നത്, പകരം അവിടെ ടൺ എന്നാണ് കാണിക്കുക. ഓക്കെ, അപ്പം ഇത്രയും ശ്രദ്ധിക്കാനുള്ളൂ. കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ക്വസ്റ്റിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കോസ്റ്റ് പെർ ടണ്ണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് പെർ ടണ്ണ് കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടിൻ്റെയും ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പം പിന്നെ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റിലാണെന്നുണ്ടെങ്കിൽ എമൗണ്ടിന് മുന്നിലായിട്ട് വരുന്ന കോളം അത് നമ്മൾ യൂണിറ്റ് എന്നാണ് ഹെഡിങ് കൊടുക്കുക. കോസ്റ്റ് പെർ ടണ്ണാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ ആ കോളത്തിന് ടൺ എന്നാണ് ഹെഡിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പെർ ടണ്ണിൻ്റെ ഇക്വേഷൻ ഒന്നുകൂടെ പറയാം. ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അതായത് ടോട്ടൽ കോസ്റ്റ് മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ട്. ഇവിടെ നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ലോസ് മൈനസ് ചെയ്തതിന് ശേഷം വരുന്ന ഇൻപുട്ടാണ്. അതായത് ഇപ്പോൾ പ്രോസസ്സ് എയിൽ നിന്ന് പ്രോസസ്സ് ബിയിലേക്ക് ഇൻപുട്ട് വന്നു, ആ ഇൻപുട്ടിൽ നിന്ന് നമുക്ക് പ്രോസസ്സ് ബിയിൽ നോർമൽ ലോസ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോർമൽ ലോസിൻ്റെ എമൗണ്ടും കൂടെ കുറച്ചതിന് ശേഷം വരുന്ന നെറ്റ് വാല്യൂ ആണ്, അല്ലെങ്കിൽ നെറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനെയാണ് നമ്മൾ നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടോട്ടൽ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഔട്ട്പുട്ട് കിട്ടും. ദെൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് നോർമൽ കോസ്റ്റ് ഫോർ നോർമൽ ഔട്ട്പുട്ട്.
ഓക്കെ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പിന് പറയുന്ന മറ്റൊരു പേരാണ് നോർമൽ കോസ്റ്റ് ഫോർ നോർമൽ ഔട്ട്പുട്ട്. ഇനി അങ്ങോട്ട് നമ്മൾ ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറയുന്നതിന് പകരം നോർമൽ കോസ്റ്റ് ഫോർ നോർമൽ ഔട്ട്പുട്ട് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഇനിയുള്ള ക്വസ്റ്റിനകത്തൊക്കെ നമ്മൾ നോർമൽ കോസ്റ്റ് ഫോർ നോർമൽ ഔട്ട്പുട്ട് എന്നാണ് നമ്മൾ ഇതിനെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ കോസ്റ്റ് ഫോർ നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യമാണ് ടോട്ടൽ കോസ്റ്റ് മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ്. ഓക്കെ, ഇനി അപ്പം സ്ക്രാപ്പിൻ്റെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ. ഒന്ന്, നമ്മൾ സ്ക്രാപ്പിനെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽ ഓഫ് സ്ക്രാപ്പ് അല്ലെങ്കിൽ സ്ക്രാപ്പ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും, പ്രോസസ്സിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അതിൽ യൂണിറ്റ് കോളത്തിൽ അല്ലെങ്കിൽ ടൺ കോളത്തിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കാണിക്കും. ദെൻ എമൗണ്ട് കോളത്തിൽ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സെയിൽസ് വാല്യൂ, സെയിൽ ചെയ്ത് കഴിയുമ്പോൾ എന്താണോ എമൗണ്ട് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ സെയിൽ വാല്യൂ ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇനി കോസ്റ്റ് പെർ ടൺ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മളോട് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ അതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നതെങ്കിൽ അതിനുള്ള ഇക്വേഷൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ട്. നെറ്റ് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. ദെൻ നമ്മൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പിന് പറയുന്ന മറ്റൊരു പേരാണ് നോർമൽ കോസ്റ്റ് ഫോർ നോർമൽ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്ക്രാപ്പിൻ്റെ കേസിൽ വരുന്നത്. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് പാർഷ്യൽ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ്. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ പകുതിയെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒരു പ്രോസസ്സിൻ്റെ പകുതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബാക്കി നമ്മൾ വെയർ ഹൗസിലേക്ക് ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽസിന് വേണ്ടിയിട്ട് നമ്മൾ വെയർ ഹൗസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതെങ്ങനെയാണ് നമ്മളുടെ പ്രോസസ്സ് അക്കൗണ്ടിൽ ഇഫക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ എൻ്റയർ ഔട്ട്പുട്ട് നമ്മൾ ഒരിക്കലും നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ദെൻ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഗോഡൗണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഫോർ സെയിൽസ്. ദെൻ ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഈസ്, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗോഡൗൺ ആൻഡ് നെക്സ്റ്റ് പ്രോസസ് ഓൺ ദ ബേസിസ് ഓഫ് ഗിവൺ പെർസെൻറ്റേജ്. തന്നിരിക്കുന്ന നമ്മളോട് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പെർസെൻറ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം 100 യൂണിറ്റ്സ് ആണ് ഒരു പ്രോസസ്സിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. അതിൽ 60% നെക്സ്റ്റ് പ്രോസസ്സിലേക്കും 40% ഗോഡൗണിലേക്കുമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് നമ്മളോടത്ത് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, 100 യൂണിറ്റ്സിനെ 60-40 എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 60% 40% എന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവുക 60 യൂണിറ്റ്സും വെയർ ഹൗസിലേക്ക് പോവുക 40 യൂണിറ്റ്സുമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഔട്ട്പുട്ടിനെ ഡിവൈഡ് ചെയ്യണം. ഇനി പ്രോസസ്സ് അക്കൗണ്ടിൽ അതെങ്ങനെയാണ് കാണിക്കുന്നത് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് വാല്യൂ ഓഫ് ദ ഔട്ട്പുട്ട് സോൾഡ്. ഔട്ട്പുട്ട് സെയിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സെയിൽസ് വാല്യൂ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അതായത് ഇപ്പോൾ പ്രോസസ് ബിയിൻ്റെ 40% ഗോഡൗണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഫോർ ദ പർപ്പസ് ഓഫ് സെയിലാണ്. അവിടെ സെയിൽ ഹാപ്പൻ ചെയ്തു എന്ന് ക്വസ്റ്റിനകത്ത് പറയുകയാണെങ്കിൽ, ഇത്ര രൂപയ്ക്ക് അത് സെയിൽ ചെയ്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ അതിൻ്റെ സെയിൽസ് വാല്യൂ കാണിക്കും. ഇപ്പോൾ നമ്മൾ സ്ക്രാപ്പിൻ്റെ സെയിൽസ് വാല്യൂ കാണിച്ച പോലെ തന്നെ ഇത്ര യൂണിറ്റ്സ് സെയിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് സോൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്ര യൂണിറ്റ്സ് ഇപ്പോൾ 40 യൂണിറ്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 40 യൂണിറ്റ്സ് ദെൻ അതിൻ്റെ സെയിൽസ് വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അവിടെ എഴുതും. അല്ല, നമ്മളടുത്ത് ക്വസ്റ്റിന് പറഞ്ഞിട്ടുള്ളത് സെയിൽസിന് വേണ്ടി അത് വെയർ ഹൗസിലേക്ക് മാറ്റി എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ നമ്മളവിടെ ട്രാൻസ്ഫേർഡ് ടു, നമ്മളിപ്പം നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ എഴുതുക, ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ബൈ ട്രാൻസ്ഫർ ടു എ അക്കൗണ്ട് അല്ലെങ്കിൽ സി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ അത് പകരം എന്തെഴുതും, വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ ബൈ ട്രാൻസ്ഫർ ടു വെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഫോർ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ അവിടെ സെയിൽസ് നടന്നതിനെക്കുറിച്ചോ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് ഇൻഫർമേഷൻ ഇല്ല. നമ്മുടെ അടുത്ത് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര യൂണിറ്റ് ആണോ ട്രാൻസ്ഫർ ചെയ്തത് ആ യൂണിറ്റ് അവിടെ എഴുതും, യൂണിറ്റ് കോളത്തിൽ എഴുതും. ആ യൂണിറ്റിന് വരുന്ന കോസ്റ്റ് നമ്മൾ എമൗണ്ട് കോളത്തിലും എഴുതും. ഓക്കെ, ദെൻ ഇനിയിപ്പോൾ സെയിൽ ഹാപ്പൻ ചെയ്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, സെയിൽസ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക. നമുക്കറിയുന്ന കാര്യമാണ്, എല്ലാ കമ്പനീസും എന്താണ് പ്രോഫിറ്റിനായിരിക്കും അവരുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുക.
അപ്പോൾ നമുക്കറിയാം കോസ്റ്റിലും കൂടുതൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് സെയിൽസിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പ്രോഫിറ്റിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ കോസ്റ്റിൻ്റെ അക്കൗണ്ട്സിൽ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ സെയിൽ ചെയ്ത് കഴിയുമ്പോൾ സെയിൽസ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുമെന്ന് പറഞ്ഞല്ലോ, ഔട്ട്പുട്ട് സോൾഡ് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് എഴുതുന്നു, അതിൻ്റെ സെയിൽസ് വാല്യൂ എഴുതുന്നു. ആ സെയിൽസ് വാല്യൂവിൽ പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പ്രോഫിറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം സെയിൽസ് വാല്യൂ, ടോട്ടൽ സെയിൽസ് വാല്യൂ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ആ സെയിൽസ് വാല്യൂവിലുള്ള പ്രോഫിറ്റിൻ്റെ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ അവിടുത്തെ ഫൈനൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് മാത്രമാണ് പ്രോസസ് അക്കൗണ്ടിൽ വരുന്നത് അല്ലേ. അപ്പം 80 രൂപ ഉള്ള സാധനം 100 രൂപയ്ക്ക് സെയിൽ ചെയ്താൽ നമ്മൾ ഔട്ട്പുട്ട് സോൾഡ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 100 എഴുതും. ദെൻ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതും, ടു പ്രോസസ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതും, നമ്മൾ 20 റുപ്പീസ് എഴുതും. അതാണ് നമ്മുടെ പ്രോസസ് മീൻസ് പ്രോഫിറ്റ്. അപ്പം ഫൈനൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ക്രെഡിറ്റഡ് ആൻഡ് 20 ഡെബിറ്റഡ്. അപ്പം അവിടെ അക്കൗണ്ടിൽ ആകെ കാണിക്കുന്നത് എന്ത് മാത്രമാണ്, 80 രൂപ കോസ്റ്റ് ഉള്ള ആ കോസ്റ്റ് മാത്രമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ക്ലാരിറ്റി കിട്ടും. നോക്കാം. ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ്, അത് തന്നെയാണ് ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്നത്. ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ് 66 2/3% ആണ് പ്രോസസ്സ് 1 നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പ്രോസസ്സ് 2 60%. ദെൻ പ്രോസസ്സ് 3 ഫൈനൽ പ്രോസസ്സ് ആയതുകൊണ്ട് ഇനി നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സ് 3യിൽ നമ്മൾ ഫൈനൽ സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ട്രാൻസ്ഫർ ടു വെയർ ഹൗസ് ഫോർ സെയിൽ. ഓക്കെ, നോക്കൂ, സെയിൽസിന് വേണ്ടിയിട്ട് മാറ്റി എന്നാണ് നമ്മളടുത്ത് പറയുന്നത്, വെയർ ഹൗസിലേക്ക് മാറ്റി. എത്രയാണ്, പ്രോസസ്സ് 1ൽ നിന്ന് 33 1/3%, അതുപോലെ തന്നെ പ്രോസസ്സ് 2വിൽ 40%, പ്രോസസ്സ് 3ൽ 100% വെയർ ഹൗസിലേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻ സച്ച് പ്രോസസ് 4% ഓഫ് വെയ്റ്റ് പുട്ടസ് ലോസ്റ്റ്, 4% വെയ്റ്റ് ലോസ് ഉണ്ട്. ദെൻ 6% സ്ക്രാപ്പ് വിച്ച് ഫ്രം പ്രോസസ് 1 ഇസ് റിയലൈസ്ഡ് for ₹3 per ton. From process 2 it is ₹5 per ton, and from process 3 it is ₹6 per ton. ഓക്കെ, അപ്പം അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6% സ്ക്രാപ്പ് ഉണ്ടായത്. അത് ഓരോ പ്രോസസ്സിലും 6% സ്ക്രാപ്പ് ഉണ്ടാവുന്നുണ്ട്. അതിലെ പ്രോസസ്സ് 1ലെ സ്ക്രാപ്പിനെ 3 രൂപ പെർ ടണ്ണിന് സെയിൽ ചെയ്തു. നോക്കുക, അവിടെ ടൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യൂണിറ്റ് അല്ല, ടണ്ണാണ്. 3 രൂപയ്ക്ക് സെയിൽ ചെയ്തു. പ്രോസസ്സ് 2വിലെ സ്ക്രാപ്പിനെ 5 രൂപയ്ക്ക് 5 പെർ ടണ്ണിനാണ് സെയിൽ ചെയ്യുന്നത്. പ്രോസസ്സ് 3ലെ സ്ക്രാപ്പിന് 6 രൂപ പെർ ടണ്ണിലാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത്. ഇനി താഴെ തന്നിട്ടുള്ളത് ഓരോ പ്രോസസ്സിലെയും കൺസേൺഡ് ആയിട്ടുള്ള കോസ്റ്റുകളാണ്. ഓക്കെ, റോ മെറ്റീരിയൽ, ദെൻ അതിൻ്റെ കോസ്റ്റ്, ദെൻ അതുപോലെ തന്നെ വേജ് ആൻഡ് അതർ എക്സ്പെൻസസ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വെയർ ഹൗസിലേക്ക് സെയിൽസിന് വേണ്ടിയിട്ട് ഔട്ട്പുട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഔട്ട്പുട്ട് സെയിൽ ചെയ്തതിനെക്കുറിച്ചോ സെയിൽ ചെയ്തതിന് ശേഷം എത്ര നമുക്ക് പ്രോഫിറ്റ് കിട്ടി അല്ലെങ്കിൽ സെയിൽസ് വാല്യൂ എത്ര കിട്ടി എന്നുള്ളതിനെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഔട്ട്പുട്ട് സോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രിയും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഔട്ട്പുട്ട് സോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രി ഇല്ല. പകരം നമുക്ക് എന്തേ വേണ്ടു, ട്രാൻസ്ഫർ ടു വെയർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് മാത്രമേ നമ്മൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം നമ്മളോട് സെയിൽസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ സെയിൽസിനെ കുറിച്ച് പറയാത്തതുകൊണ്ട് അവിടെ പ്രോഫിറ്റ് എന്നുള്ള പറയുന്ന കാര്യവും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, പ്രോസസ്സ് 1 അക്കൗണ്ടിൽ നോക്കൂ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പെർ ടണ്ണിലാവുമ്പോൾ വരുന്ന ഡിഫറൻസ് ഇതാണ്. ഒന്ന് കോസ്റ്റ് പെർ ടണ്ണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിലുള്ള ഡിഫറൻസും, അതുപോലെ തന്നെ കണ്ടോ യൂണിറ്റ് എന്ന് നമ്മൾ കോളത്തിന് ഹെഡ് കൊടുത്തെടുത്ത് ടൺ എന്നാണ് ഹെഡിങ്ങിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ടു റോ മെറ്റീരിയൽസ് 1400 ടൺ, ദെൻ അതിൻ്റെ എമൗണ്ട് 14,000 ആണെന്ന് പറയുന്നുണ്ട്. ദെൻ വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ് 5,152. ദെൻ ലോസ് ഇൻ വെയ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 4% എന്നാണ്. അപ്പം ഇൻപുട്ട് വന്നിട്ടുള്ളതിൻ്റെ 4% എന്താണ്, നോർമൽ ലോസ് അല്ലെങ്കിൽ ലോസ് ഇൻ വെയ്റ്റ് ആണ്. ദെൻ നമ്മുടെ 1,400ൻ്റെ 4%, ദാറ്റ് ഇസ് 56. ദെൻ സ്ക്രാപ്പ് പറഞ്ഞിട്ടുള്ളത് 6% ആണ്. അതായത് 1,400ൻ്റെ 6% സ്ക്രാപ്പാണ്. ദെൻ ദാറ്റ് ഇസ് 84 ടൺസ്. സോ ഈ 84 ടൺസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്,
3 per rupeesന് സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം 84 ടൺസിന് നമ്മൾ ₹3 per ടണ്ണിന് നമ്മൾ സോൾഡ് ചെയ്തു. ദെൻ അതിൻ്റെ എമൗണ്ട് വരുന്നത് 252 റുപ്പീസാണ്. ഓക്കെ, ദെൻ ട്രാൻസ്ഫർ ടു വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ വരുന്നുണ്ട്. കാരണം ഒന്ന് 66 2/3%, ഒന്ന് 33 1/3%. അപ്പോൾ നമുക്ക് ഈ 66 2/3യും 33 1/3യും എത്രയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, നോക്കിക്കോളൂ. ദെൻ കോസ്റ്റ് പെർ ടണ്ണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. കോസ്റ്റ് പെർ ടൺ എത്രയാണ് വരിക? അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പെർ ടണ്ണ് കണ്ടല്ലോ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ട്. അപ്പം നമ്മൾ അതാണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാലാണ് ബാക്കി ഔട്ട്പുട്ടിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്താൽ, മീൻസ് സെക്കൻഡ് പ്രോസസ്സിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്തു അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇവിടെ പ്രോസസ്സ് 1ൻ്റെ കോസ്റ്റ് പെർ ടൺ എന്ന് പറയുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ട്. ഓക്കെ, ഇനി ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പിനെ നമ്മൾ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഇവിടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 19,152. നോക്കിക്കോളൂ, 19,152 ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ മൈനസ് 252 അതാണ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ടാണ്. നെറ്റ് ഔട്ട്പുട്ടിന് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. നോക്കിക്കോളൂ, ടോട്ടൽ ഇൻപുട്ട് എത്രയാണ്? 1,400 ആണ്. നോർമൽ ലോസ് എന്ന് പറയുന്നത് നോക്കിക്കോളൂ, ഇവിടെ വെയിറ്റ് ലോസ് മാത്രമല്ല, അല്ലാതെ നമുക്ക് വരുന്ന സ്ക്രാപ്പും നമ്മൾ നോർമൽ ലോസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, വെയിറ്റ് ലോസ് മാത്രമല്ല, നോർമൽ ആയിട്ട് വരുന്ന സ്ക്രാപ്പും നമ്മൾ അത് സ്ക്രാപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ തൂക്കത്തിലുണ്ടാകുന്ന നഷ്ടവും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ്. അറിയാമല്ലോ, നമ്മളിപ്പം അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. നമ്മളിപ്പോൾ 1 കിലോ ചിക്കൻ വാങ്ങിച്ചോ, മീൻസ് 1 കിലോ കോഴി വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. ആ കോഴിയിൽ നിന്ന് നമ്മൾ അത് വെട്ടിമുറിച്ച് വരുമ്പോൾ നമുക്ക് ആ 1 kg നമ്മൾ കോഴിയെ തൂക്കി കഴിയുമ്പോൾ അതേ വെയിറ്റ് തന്നെ ആ മീറ്റിനും ഉണ്ടായിക്കോണം നിർബന്ധമില്ല. ദെൻ അതിൽ തന്നെ നമുക്ക് കുറേ ഐറ്റംസ് സ്ക്രാപ്പ് ഉണ്ട് അല്ലേ, കുറേ ഐറ്റംസ് അതിൻ്റെ എന്താ പറയുക മറ്റ് പാർട്സ് എന്ന് പറയുന്ന പോർഷൻസൊക്കെ നമ്മൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ സ്ക്രാപ്പായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതും രണ്ടുമാണ് ഈ കോൺസെപ്റ്റ്. ഇപ്പോൾ ഒരു നോർമൽ ചിക്കനെ നമ്മൾ വാങ്ങിച്ചിട്ട് ആ ചിക്കനെ മീറ്റാക്കി കഴിയുമ്പം ആ ചിക്കനെ നമ്മൾ അതിൻ്റെ എന്താ പറയുക ഫെതേഴ്സും അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ വെയിറ്റിൽ കുറച്ച് കുറവുണ്ടാവും. അതാണ് ലോസ് ഓഫ് വെയിറ്റ്. ദെൻ സ്ക്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺഅവോയ്ഡബിൾ ആണ്. അതായത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ വരുന്ന പാർട്സ് പോർഷൻസ് ഉണ്ടാവുമല്ലോ, അതാണ് നമ്മുടെ സ്ക്രാപ്പ്. സോ ഇത് രണ്ടും നമുക്ക് എന്താണ് നോർമൽ ലോസ് ആണ്. ഓക്കെ, സോ ഇത്രയും ആണ് നമ്മളുടെ നോർമൽ ലോസ് ആയിട്ട് വരുന്നത്. ദെൻ 1,400 മൈനസ് 56 ലോസ് ഇൻ വെയിറ്റും അതുപോലെ തന്നെ സ്ക്രാപ്പ് സെയിൽ ചെയ്തത് 84. ദെൻ 140 ആണ് അതിൻ്റെ ടോട്ടൽ വരുന്നത്. ദെൻ അത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1,260 ആണ്. സോ അത് വെച്ച് നമ്മൾ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ടിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് പെർ ടണ്ണ് കിട്ടും. എത്രയാണ് വരിക? കോസ്റ്റ് പെർ ടണ്ണ് 15 ആണ്. ഓക്കെ, ഒരു ടണ്ണിന് 15 രൂപയാണ് ഫസ്റ്റ് പ്രോസസ്സിൽ നമുക്ക് ഇൻകർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വെയർ ഹൗസിലേക്കും അതുപോലെ തന്നെ പ്രോസസ് 2ലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളോട് വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത് 33 1/3% ആണ്. അതിനെ നമുക്ക് നോർമൽ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നോർമൽ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 33 1/3%നെ നോർമൽ പെർസെൻറ്റേജിലേക്ക് ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, 33 മൈനസ് 1 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 30%. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ടിൻ്റെ 30% കോസ്റ്റും എങ്ങോട്ടാണ് പോയിട്ടുള്ളത്? വെയർ ഹൗസിലേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇപ്പോൾ നമുക്ക് നേരെ യൂണിറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ചിലപ്പോൾ നമ്മളുടെ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യൂണിറ്റ് ഇപ്പോൾ എത്രയാണ് പറയുന്നത്? 1,400 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 1,400ൻ്റെ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു
ക്ലാരിഫിക്കേഷൻ കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് വിത്തൗട്ട് മിസ്റ്റേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റിനെ നമ്മൾ ഈ പെർസെൻറ്റേജിലേക്ക് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. എന്നിട്ട് കോസ്റ്റ് പെർ ടണ്ണ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ കറസ്പോണ്ടിങ് യൂണിറ്റ്സ് കിട്ടും. അപ്പോൾ ആ യൂണിറ്റ്സിൽ കാൽക്കുലേഷനിൽ മിസ്റ്റേക്സ് വരില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് 18,900 ആണ്. ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 100 6,300 കോസ്റ്റ് ഇൻകർ ചെയ്യുന്ന ഔട്ട്പുട്ടാണ് നമ്മൾ എവിടേക്ക് മാറ്റിയിട്ടുള്ളത്, വെയർ ഹൗസിലേക്ക് മാറ്റിയിട്ടുള്ളത്. സോ 6,300 ഡിവൈഡഡ് ബൈ ഒരു യൂണിറ്റിന് നമുക്ക് ഒരു ടണ്ണിന് നമുക്ക് കോസ്റ്റ് വരുന്നത് 15 ആണ്. ഓക്കെ, അപ്പോൾ 6,300 ഡിവൈഡഡ് ബൈ 15 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 4,020 ടൺസ് ആണ് കേട്ടോ. ഞാൻ അവിടെ യൂണിറ്റ്സ് എന്നായിരിക്കും ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുക. ടൺസ് ആണ്, 420 ടൺസ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ഫർ ടു പ്രോസസ് 2ഉം കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, 66 2/3% ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം 66ൻ്റെ എത്രയാണ് പെർസെൻറ്റേജ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 66 മൈനസ് 2 ഇൻറ്റു 3, 66 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 60%. അപ്പോൾ നമുക്ക് 18,900ൻ്റെ 60% കോസ്റ്റ് വരുന്ന മെറ്റീരിയലാണ്, അല്ലെങ്കിൽ മീൻസ് ഔട്ട്പുട്ടാണ് നമ്മൾ പ്രോസസ് 2വിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, 18,900 ഇൻറ്റു 60/100 ചെയ്യുമ്പോൾ 12,600 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടലി പ്രോസസ് 2വിലേക്ക് പോയിട്ടുള്ള ഔട്ട്പുട്ടിൻ്റെ കോസ്റ്റ് 12,600 ആണ്. ദെൻ ദാറ്റ് ഇസ് ഡിവൈഡഡ് ബൈ 15 ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ടണ്ണിന് 15 ആണല്ലോ കോസ്റ്റ്. അപ്പോൾ നമുക്ക് എത്ര ടൺ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആൻസർ കിട്ടും 840 ടൺസ് ആണ്. ഓക്കെ, സോ അതാണ് പ്രോസസ് 2വിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പ്രോസസ് 2 അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ പ്രോസസ് 1ൻ്റെ കാൽക്കുലേഷൻസ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ 420 ടൺസ് വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് 6,300 റുപ്പീസിന് മീൻസ് കോസ്റ്റിന്. ദെൻ ബൈ പ്രോസസ് 2 എന്നാണ് അവിടെ വരേണ്ടത്. പ്രോസസ് 2 ട്രാൻസ്ഫർ ചെയ്തത് 840 ടൺസ് ആണ്. ദാറ്റ് ഈസ് ഫോർ 12,600 റുപ്പീസ് കോസ്റ്റിന്. ഓക്കെ, സോ അതോടുകൂടി നമ്മുടെ പ്രോസസ് 1 അക്കൗണ്ട് കംപ്ലീറ്റ് ആവും. ഇനി പ്രോസസ് 2 അക്കൗണ്ടാണ്. പ്രോസസ് 2 അക്കൗണ്ടിൽ നോക്കൂ, സെയിം നമ്മൾ പ്രോസസ് 1 അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള മെറ്റീരിയൽ, ദെൻ അതിൻ്റെ എമൗണ്ട്, ദെൻ ടു റോ മെറ്റീരിയൽസ്. ഇതിലേക്ക് പ്രത്യേകിച്ച് റോ മെറ്റീരിയൽസ് 160 യൂണിറ്റ്സ് വന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ എമൗണ്ട് 2,560 ആണ്. ദെൻ വേജസ് 3,140 ആണ്. ലോസ് ഇൻ വെയിറ്റ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഇൻപുട്ട് എന്ന് പറയുന്നത് 1,000 യൂണിറ്റ്സ് ആണ്. സോ 1,000 യൂണിറ്റിൻ്റെ 4% 40. ദെൻ സ്ക്രാപ്പ് 6% 60. ദെൻ സ്ക്രാപ്പിന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 5 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നു എന്നാണ്. സോ 300. ദെൻ കോസ്റ്റ് പെർ ടണ്ണ്, നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെ വരും, 18,300. നോക്കിക്കോളൂ, 18,300 ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് 300 ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ട് 900 ആണ്. നെറ്റ് ഔട്ട്പുട്ട് 900 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ ഇൻപുട്ട് 1,000 യൂണിറ്റ്സ് മൈനസ് ലോസ് ഓഫ് വെയിറ്റ് 40 പ്ലസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് 60. ഓക്കെ, അപ്പം 1,000 മൈനസ് 100 900. ദെൻ ട്രാൻസ്ഫർ ടു വെയർ ഹൗസ് 40% ആണ്. 60% പ്രോസസ് 3യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, പ്രോസസ് 2 എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. പ്രോസസ് 3യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 18,000 ആണ് അല്ലേ. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് 18,000 ആണ്. ദെൻ അതിൻ്റെ 40% 7,200 കോസ്റ്റ് ഇൻകർ ചെയ്യുന്ന ഔട്ട്പുട്ട് നമ്മൾ വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടുത്തെ കോസ്റ്റ് പെർ യൂണിറ്റ് മീൻസ് കോസ്റ്റ് പെർ ടണ്ണ് 20 ആണ്. അപ്പോൾ നമ്മൾ 7,200 ഡിവൈഡഡ് ബൈ 20 ചെയ്യുന്നു. ദെൻ ദാറ്റ് ഈസ് 360 ടൺസ്. ഓക്കെ, ദെൻ പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് 18,000 കോസ്റ്റിലുള്ള ഔട്ട്പുട്ടിൻ്റെ 60% ആണ്. അതായത് 10,800 കോസ്റ്റ് വരുന്ന ഔട്ട്പുട്ടാണ് നമ്മൾ പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ എത്ര യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 10,800 ഡിവൈഡഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ, കോസ്റ്റ് പെർ ടണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 540 ടൺസ് ആണ് നമ്മൾ പ്രോസസ് 3യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. പ്രോസസ് 2 എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്, പ്രോസസ് 3 ആണ് കേട്ടോ. പ്രോസസ് 3യിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഇനി ഫൈനലി പ്രോസസ് 3 അക്കൗണ്ട്.
പ്രോസസ് 2-ൽ നിന്ന് വന്നിരിക്കുന്നത് 540 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ കോസ്റ്റ് പറയുന്നത് 10,800 ആണ്. ദെൻ റോ മെറ്റീരിയൽസ് 1,260. ദെൻ അതിൻ്റെ എമൗണ്ട് 8,820. ടു വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ് 2,898. ദെൻ ടോട്ടൽ ഇൻപുട്ട് 1,800 കിട്ടും. ദെൻ അതിൻ്റെ കോസ്റ്റ് 22,518. ദെൻ ലോസ് ഇൻ വെയിറ്റ് 72 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെങ്ങനെ വന്നു എന്നുള്ളത് താഴെയുണ്ട്. അതായത് 1,800ൻ്റെ 4% 72. ദെൻ സ്ക്രാപ്പ് പറയുന്നത് 6% ആണ്. ദെൻ 1,800 ഇൻറ്റു 6/100 108. ഓക്കെ, അപ്പോൾ സെയിൽ ഓഫ് സ്ക്രാപ്പിൻ്റെ കേസിൽ 108 ആണ് സ്ക്രാപ്പ്. ദെൻ അത് 6 റുപ്പീസിനാണ് 6 റുപ്പീസിനാണ് കേട്ടോ. അവിടെ 5 എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ 5 അല്ല 6 ആണ്. 108 ഇൻറ്റു 6 648 ആണ് എമൗണ്ട് വരുന്നത്. ദെൻ ഇനി ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ടു വെയർ ഹൗസ്, ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ് എന്നൊന്നുമില്ല, കാരണം ഇത് ഫൈനൽ പ്രോസസ്സാണ്. സോ ഫൈനൽ പ്രോസസ്സിന് ശേഷം എല്ലാം എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. സോ ടോട്ടൽ ടൺ എന്ന് പറയുന്നത് 1,620 ആണ്. അതായത് 1,800 72ഉം 108ഉം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1,620 ആണ്. ദെൻ ഇറ്റ് കോസ്റ്റ് 21,870. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് വേണമെങ്കിൽ കോസ്റ്റ് പെർ ടൺ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കോസ്റ്റ് പെർ ടൺ കാൽക്കുലേറ്റ് ചെയ്യാം? 21,870 ഡിവൈഡഡ് ബൈ 1,620 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കോസ്റ്റ് പെർ ടണ്ണും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്രാപ്പ്, അതുപോലെ തന്നെ ലോസ് ഇൻ വെയിറ്റ്, ദെൻ പാർഷ്യൽ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് പ്രോസസ്സ്, ഈ 3 സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ്സ് അക്കൗണ്ട് ഈ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുക. ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്ക്രാപ്പ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. അതിൻ്റെ യൂണിറ്റ് എമൗണ്ട് നമ്മൾ യൂണിറ്റ് കോളത്തിൽ കാണിക്കും. ദെൻ പാർഷ്യൽ ട്രാൻസ്ഫറിൻ്റെ കേസിൽ സെയിൽസ് സംഭവിച്ചു കഴിഞ്ഞാൽ സെയിൽസ് വാല്യൂ വരണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് വരണം. പക്ഷേ സെയിൽസിന് വേണ്ടിയിട്ട് വെയർ ഹൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഔട്ട്പുട്ടിൽ നിന്ന് എത്ര ട്രാൻസ്ഫർ ചെയ്തോ അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, ദെൻ പിന്നെ പറഞ്ഞ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. ദെൻ കോസ്റ്റ് പെർ ടൺ എന്ന രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ കോസ്റ്റ് പെർ ടൺ എന്ന് പറയുമ്പം ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ടാണ്. ദെൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് പെർ ടണ്ണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കോസ്റ്റ് പെർ ടണ്ണ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് പാർഷ്യൽ ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫർ എമൗണ്ടുകളും അതുപോലെ തന്നെ യൂണിറ്റുകളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ യൂണിറ്റിനെ പെർസെൻറ്റേജ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിന് എത്രയാണ് കോസ്റ്റ് എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. പക്ഷേ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 60-40 ഡിവൈഡ് ഇത് വരുമ്പോൾ ഇപ്പോൾ അതിൽ നമ്മളുടെ നോർമൽ ലോസും അതുപോലെ തന്നെ സ്ക്രാപ്പൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് ഈ പ്രോബ്ലം തന്നെ നമ്മൾ കോസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഈ ഔട്ട്പുട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം 60-40 ഡിവൈഡ് ചെയ്യുമ്പം അതിനകത്ത് ലോസ് ഇൻ വെയിറ്റും അതുപോലെ തന്നെ സ്ക്രാപ്പൊക്കെ ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻപുട്ടിൻ്റെ യൂണിറ്റിനേക്കാളും അധികം ഒരു യൂണിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ മിസ്റ്റേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് പെർ ടണ്ണ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർഷ്യലി പ്രോസസ് 1ലേക്കും അതുപോലെ തന്നെ മീൻസ് നെക്സ്റ്റ് പ്രോസസ്സിലേക്കും അതുപോലെ വെയർ ഹൗസിലേക്കും കോസ്റ്റിനെ നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കോസ്റ്റിനെ നമ്മൾ പെർ ടണ്ണ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് എന്ത് കിട്ടും? യൂണിറ്റ്സ് കിട്ടും. ആ സമയത്ത് നമ്മൾ ആ യൂണിറ്റ്സ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് സ്ക്രാപ്പും അതുപോലെ തന്നെ ലോസ് ഇൻ വെയിറ്റ് ഒക്കെ എക്സ്ക്ലൂഡഡ് ആയിരിക്കും. അപ്പം നമുക്ക് ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പം ഈ സ്ക്രാപ്പ് അതുപോലെ തന്നെ ലോസ് ഇൻ വെയിറ്റ് ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രാൻസ്ഫർ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡെബിറ്റ് സൈഡിലുണ്ടായിരുന്ന യൂണിറ്റിൻ്റെ സെയിം ടോട്ടൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ കിട്ടുക. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. പ്രോസസ് 3ൽ കോസ്റ്റ് പെർ ടണ്ണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ട്. ഓക്കെ, കോസ്റ്റ് പെർ ടണ്ണ് കാൽക്കുലേറ്റ് ചെയ്യാൻ 22,518
മൈനസ് സെയിൽ ഓഫ് സ്ക്രാപ്പ് 648 ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ട് 1800 ആണ് ഇൻപുട്ട്. അതിൽ നിന്ന് നമ്മളുടെ നോർമൽ ലോസിനെ മൈനസ് ചെയ്യണം. നോർമൽ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ്, അതുപോലെ തന്നെ സ്ക്രാപ്പും ഇതിനകത്ത് വരും. 72 + 108, ദെൻ 180 ആണ് മൈനസ് ചെയ്യേണ്ടത്. ദെൻ 1620 ആണ് നെറ്റ് ഔട്ട്പുട്ട്. ദെൻ നമ്മൾ നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്തു. 21,870 ഡിവൈഡഡ് ബൈ 1620 ചെയ്യുമ്പോൾ നമുക്ക് 13.50 എന്ന് കോസ്റ്റ് പെർ ടണ്ണ് കിട്ടും. ഓക്കെ.